ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് അല്ലെ, പവർ എന്ന ആ ഒരു ടോപ്പിക്കാണ് എടുക്കാനുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡു ദേ ഓൾ യൂസ് ഇലക്ട്രിക് എനർജി അറ്റ് ദ സെയിം റേറ്റ് എന്നാണ്. അതായത് വിവിധങ്ങളായ ഇലക്ട്രിക് ഡിവൈസസ് ഉണ്ട്, പക്ഷെ അവയ്ക്ക് ഇലക്ട്രിക് എനർജി വേണമെങ്കിലും എല്ലാം ഒരേ റേറ്റിലല്ല ഇലക്ട്രിക് എനർജി ഉപയോഗിക്കുന്നത് അല്ലെ. അവർക്ക് പവർ വ്യത്യാസം ഉണ്ട് എന്ന് നമുക്ക് പറയാം. പവർ എന്നത് എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ആക്ടിവിറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ സർട്ടൈൻ നമ്പർ ഓഫ് ബുക്സ്, അതായത് കുറച്ച് ബുക്സ്, 10 ബുക്സ് ആവട്ടെ, ആർ സ്റ്റാക്ക്ഡ് വൺ എബോവ് ദ അതർ ഓൺ ദ ഫ്ലോർ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ബുക്സ് ഉണ്ട്. ആ ബുക്സ് ക്ലാസ്സിൽ 4 സ്റ്റുഡൻസിനെ കൊണ്ട് കുറച്ച് ഉയരത്തിലേക്ക്, അതായത് സെലക്ട് 4 സ്റ്റുഡൻസ് ഫ്രം ദ ക്ലാസ്, 4 സ്റ്റുഡൻസിനെ ഉപയോഗിച്ചിട്ട് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൂ എമംഗ് ദം ക്യാൻ ക്വിക്ക്ലി സ്റ്റാക്ക് ദ ബുക്സ് ഫ്രം ഫ്ലോർ വൺ എബോവ് ദ അതർ ഓൺ ദ ടേബിൾ. അതായത് ഈ ബുക്സിനെ നമ്മുടെ ഫ്ലോറിൽ നിന്ന് എടുത്തിട്ട്, ഇവിടെ ഫ്ലോറിൽ കുറച്ച് ബുക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇവയെ ഒരു ടേബിളിന് മുകളിലേക്ക് എന്താക്കണം, അടുക്കി വെക്കണം ഈ ബുക്സിനെ അല്ലെ. അപ്പൊ ഇവിടുന്ന് ബുക്സ് എടുത്തിട്ട് മേലേക്ക് അടുക്കി വെക്കണം. 4 സ്റ്റുഡൻസ് ഉണ്ട്. 4 സ്റ്റുഡൻസിനെ കൊണ്ട് ഈ ഒരേ ജോലിയാണ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം ഇവരിൽ ആരാണ് ഏറ്റവും വേഗം ചെയ്തു തീർക്കുന്നത് എന്ന്. ഓക്കെ, ഈച്ച് സെലക്ടഡ് ചൈൽഡ് പിക്സ് അപ്പ് ദ ബുക്സ് ഓൺ ദ ഫ്ലോർ വൺ ബൈ വൺ ആൻഡ് സ്റ്റാക്സ് ദം വൺ എബോവ് ദ അതർ. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ടേബിളിന് മുകളിൽ വയ്ക്കുന്നു. ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ഫൈൻഡ് ദ ടൈം റിക്വയർഡ്, അതായത് അവർക്ക് ആവശ്യമായ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടു പ്ലേസ് ഓൾ ദ 10 ബുക്സ് ഓൺ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദ ടേബിൾ. അതായത് ഇത്തരം ഡീറ്റെയിൽസ് എന്താക്കണം, ഈ ഒരു ടേബിളിൽ റെക്കോർഡ് ചെയ്യണം. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ യഥാർത്ഥത്തിൽ ഉയർത്തുകയല്ല ചെയ്യുന്ന വസ്തുക്കളെ, ബുക്സിനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ബെഞ്ചിന് മുകളിൽ വയ്ക്കുന്നതാണല്ലോ, ടേബിളിന് മേലെ വയ്ക്കുന്നതാണല്ലോ. അപ്പൊ ഇത് എന്ത് തരം വർക്കാണ്? ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന വർക്കാണല്ലേ അല്ലെ. ബുക്സിന് താഴേക്ക് ഗുരുത്വാകർഷണ ബലം ഉണ്ട് ബുക്സിന്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ എന്ത് വർക്കാണ്? ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണ്. ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമായിരുന്നു. ദാറ്റ് ഈസ് mgh, മാസ് ടൈംസ്, അതായത് മാസ് മൾട്ടിപ്ലൈഡ് ബൈ g, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ h, ആ ഹൈറ്റ്, എത്ര ഹൈറ്റിലേക്കാണ് എടുത്തു വെക്കുന്നത്. നമുക്ക് ഈ ബുക്സിന്റെ ടോട്ടൽ മാസ് ഒരു 2 കിലോഗ്രാം ആണ് എടുക്കാം. ഓക്കെ, 2 കിലോഗ്രാം ആണ് എടുക്കാം. തൽക്കാലം നമുക്ക് 2 സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യാം, ശ്യാം, അഭി. ഓക്കെ, ഇതിൽ 4 സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, തൽക്കാലം നമുക്ക് 2 സ്റ്റുഡൻസ് നോക്കാം, ശ്യാം ആൻഡ് അഭി. ഇവര് എടുത്തു വെക്കേണ്ട ബുക്സിന് ഒരേ മാസം അല്ലെ, ഒരേ പ്രവൃത്തിയാണല്ലോ രണ്ടാളും ചെയ്യുന്നത്. അപ്പൊ എന്താണ്, 2 കിലോഗ്രാംസ് ആണ് ടോട്ടൽ, 2 കിലോഗ്രാം ആണ് ആ ബുക്സിന്റെ മാസം എന്ന് വിചാരിച്ചു. അപ്പൊ അത് നമ്മൾ ഇവിടെ നമ്മൾ എന്തായി ലിസ്റ്റ് ചെയ്തു. ദ ഹൈറ്റ് ടു വിച്ച് ദ ബുക്സ് ആർ ടു ബി റേസ്ഡ്, എത്ര ഉയരത്തിലേക്കാണ് ബുക്സ് ഉയർത്തി വയ്ക്കേണ്ടത് അല്ലെ, ആ ബെഞ്ചിന്റെ ഉയരം, ആ ടേബിളിന്റെ ഉയരം എത്രയാണ്, ഒരു 1 മീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 1 മീറ്റർ വീതമാണ് രണ്ടാളും ഉയർത്തി വെക്കേണ്ടത്. ക്വാണ്ടിറ്റി ഓഫ് വർക്ക് എന്ന mgh ആണ്. m എന്ന് വെച്ചാൽ 2 ആണ്, g എന്ന് വെച്ചാൽ 10 ആണ്, ഇവിടെ കൊടുത്തിട്ടുണ്ടോ 10. പിന്നെയോ h ആണ് ഹൈറ്റ് 1 അല്ലേ. അങ്ങനെയാണ് അവർ ചെയ്യേണ്ട വർക്ക് എത്രയാണ് ഇവിടെ, 20 ജൂൾ. ജൂൾ അല്ലേ വർക്കിന്റെ യൂണിറ്റ്, ജൂൾ. ഓക്കെ, ഇതേ വർക്ക് തന്നെയാണ് ആര് ചെയ്യാനുള്ളത്, അഭിയും ചെയ്യാനുള്ളത്, 20 തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണ്, അവരെടുക്കുന്ന ടൈം വ്യത്യാസമുണ്ട്. ഇവിടെ ടൈം നമ്മൾ എക്സാമ്പിളിന് വേണ്ടി കൊടുത്തതാണ്. ഇവിടെ 10 സെക്കൻഡ് ആണ് ശ്യാം എടുത്ത സമയം എന്ന് വിചാരിച്ചോളൂ. അഭി കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു, 5 സെക്കൻഡ്സ് മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ കിട്ടിയ ഈ വർക്ക് ഡിവൈഡഡ് ബൈ ഈ ടൈം ചെയ്യാൻ ഓരോരാൾക്കും. ഓക്കെ, നമ്മൾ ആദ്യം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, റേറ്റ് എന്ന് വെച്ചാൽ ആ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ നിരക്ക് എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ ടൈം വെച്ച് എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്. വർക്ക് ഡൺ ഹരിക്കണം ടൈം. ഓക്കെ, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം, സമയം. വർക്ക് ഡൺ ഇവിടെ 20 ആണ് ശ്യാമിന്റെ കേസിൽ, അപ്പൊ 20 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്, 10 സെക്കൻഡ് ആണ് അല്ലെ, അപ്പൊ 10 കൊടുത്തു. 20 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്, 2 അല്ലേ 2. അപ്പൊ ഇതിന്റെ യൂണിറ്റ് വാട്ട് എന്നാണ് കേട്ടോ, നമ്മൾ പഠിക്കും അത്, W, ക്യാപിറ്റൽ ലെറ്റർ W. ഇത് ഈ ക്വാണ്ടിറ്റി തന്നെയാണ് യഥാർത്ഥത്തിൽ പവർ എന്ന് പറയുന്നത്, വർക്ക് ഡൺ ബൈ ടൈം. അതിന്റെ യൂണിറ്റ് വാട്ട് എന്നാണ്, ക്യാപിറ്റൽ ലെറ്റർ W. ഇതേപോലെ നമുക്ക് ഈ പവർ ആരുടെ കണ്ടുപിടിക്കാം, അഭിയുടെ പവർ കണ്ടുപിടിക്കാം. അഭിയുടെ വർക്ക് 20 ജൂൾ ഡിവൈഡഡ് ബൈ അഭി എടുത്ത സമയം 5 സെക്കൻഡ്. 20 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്, അല്ല 5 ഗുണിക്കണം 4 അല്ലേ 20. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 4.
യൂണിറ്റ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ W, അതായത് വാട്ട്. ഓക്കെ, ഇത് തന്നെയാണ് പവർ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച എന്താണോ അതാണ് പവർ. ഇവിടെ കണ്ടോ, ഒരേ പ്രവൃത്തിയാണ് രണ്ടാളും ചെയ്യുന്നത്. ആ ബുക്സ് എടുത്ത് ടേബിളിന് മുകളിൽ വെക്കുക എന്നത്. പക്ഷെ വേഗം ചെയ്തത് ആരാണ്? അഭിയാണ്. അതുകൊണ്ട് നമുക്ക് അഭിക്ക് പവർ കൂടുതലായിട്ട് കിട്ടി. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. സമയം കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, അപ്പൊ നമുക്ക് കൂടുതൽ പവർ അഭിക്കുണ്ട് എന്ന് പറയാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ഓൾ ദ ചിൽഡ്രൻ ദ സെയിം. അതായത് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ, ആ ചെയ്ത പ്രവൃത്തിയുടെ ക്വാണ്ടിറ്റി എല്ലാവരുടെയും സെയിം ആണോ? അതെ, ഒരേ വർക്കാണ് ചെയ്തത്. അതുകൊണ്ട് വർക്ക് ഡൺ, ആ പ്രവൃത്തിയുടെ ക്വാണ്ടിറ്റി സെയിം ആണ്, ഒരേപോലെയാണ്. കണ്ടോ, ഇവിടെ നമുക്ക് കിട്ടിയില്ല, രണ്ടാമതും 20 തന്നെയാണല്ലോ. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ, ചെയ്ത പ്രവൃത്തിയുടെ അളവ് സെയിം ആണ്. പക്ഷേ വിച്ച് ചൈൽഡ് കംപ്ലീറ്റഡ് ദ വർക്ക് ഫസ്റ്റ്? ഏത് ചൈൽഡാണ് വേഗം വർക്ക് ചെയ്തത്? അഭി. 5 സെക്കൻഡ് കൊണ്ട് ചെയ്തല്ലോ, അപ്പൊ അഭി. ഹു ഹാസ് ഡൺ മോർ വർക്ക് ഇൻ 1 സെക്കൻഡ്? അതായത് വേഗം ചെയ്ത അഭി. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ആരാണ്? അഭി തന്നെയല്ലേ. ഇതാ ഇവിടെ കണ്ടോ, 20 ഡിവൈഡ് ബൈ 5, അതായത് 5 സെക്കൻഡ് ആണ് എടുത്തത്, ചെയ്തത് 20. അപ്പൊ 20 ഡിവൈഡ് ബൈ 5 പറഞ്ഞാൽ എന്താണ് ശരിക്കും? അത് 1 സെക്കൻഡിൽ ചെയ്ത വർക്കാണ്, അപ്പൊ 4 കിട്ടി. അതേസമയം ശ്യാമിന്റെ ഇതേപോലെ ചെയ്തപ്പോൾ 2 മാത്രമേ കിട്ടിയുള്ളൂ. സോ ഹു ഹാസ് ഡൺ മോർ വർക്ക് ഇൻ 1 സെക്കൻഡ്? അഭി അല്ലേ, അല്ലേ? അഭി. അപ്പൊ നമുക്ക് പറയാം അഭി കൂടുതൽ പവർ, അഭിക്ക് കൂടുതൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ അഭിയുടെ പവറാണ് കൂടുതൽ ഇവിടെ എന്ന് പറയാം. പവർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പവർ ഈസ് ദ വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, ചെയ്ത പ്രവൃത്തിയെ ഉപയോഗിച്ച സമയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പവർ. അങ്ങനെയാണെങ്കിൽ സമയം കൊണ്ട് ഹരിച്ചു, അതായത് നമുക്ക് 1 സെക്കൻഡിൽ എത്രയാണ് എന്നതാണ് കിട്ടിയത്. 5 സെക്കൻഡിൽ കിട്ടിയത് 20, 5 സെക്കൻഡ് കൊണ്ട് ചെയ്ത വർക്ക് 20 ആണ്. അപ്പൊ 1 സെക്കൻഡ് കിട്ടണമെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 5, അതല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പവർ പറയുന്നത് പവർ ഈസ് ദ വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് എന്ന് പറയാം. ദ പവർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, ക്വാണ്ടിറ്റി എന്ന അളവ് അല്ലെ, ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ എന്താണ്? അത് 1 സെക്കൻഡ് എന്നാണ്. യൂണിറ്റ് മാസ് എന്ന് വെച്ചാൽ 1 കിലോഗ്രാം. ഓക്കെ, യൂണിറ്റ് ലെങ്ത് എന്ന് വെച്ചാൽ 1 മീറ്റർ, അങ്ങനെയാണ് കേട്ടോ. ഓർ പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയാം. ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്, വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ്. നമുക്ക് സിമ്പൽ വെച്ച് P ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ W ഡിവൈഡ് ബൈ ടൈം T എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ യൂണിറ്റ് ഓഫ് വർക്ക് ഡിവൈഡ് ബൈ യൂണിറ്റ് ഓഫ് ടൈം ചെയ്യണം. യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ്? ദാറ്റ് ഈസ് ജൂൾ. ഓക്കെ, ദാറ്റ് ഈസ് ജൂൾ. യൂണിറ്റ് ഓഫ് സെക്കൻഡ്, യൂണിറ്റ് ഓഫ് ടൈമോ ദാറ്റ് ഈസ് സെക്കൻഡ്. ജൂൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ് കിട്ടും. അതിനെ പറയുന്ന പുതിയ പേരാണ് വാട്ട്. ക്യാപിറ്റൽ ലെറ്റർ W എന്നതാണ് അതിന്റെ സിമ്പൽ. ഓക്കെ, ദ SI യൂണിറ്റ് ഓഫ് പവർ ഈസ് നെയ്മഡ് ആസ് വാട്ട്. ഓക്കെ, വാട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, എല്ലാം സ്മോൾ ലെറ്റർ. സിമ്പൽ വഴി എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ W. ഓക്കെ, സയന്റിസ്റ്റ് ആയ ജെയിംസ് വാട്ടിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു പേര് ഇട്ടത് കേട്ടോ. എന്നാൽ യൂണിറ്റ്സ് മെഗാവാട്ട് ആൻഡ് കിലോവാട്ട് ആർ ഓൾസോ യൂസ്ഡ് വൈൽ മെഷറിംഗ് ലാർജർ വാല്യൂസ്. അതായത് വലിയ പവേഴ്സിനെ മെഷർ ചെയ്യുമ്പോൾ മെഗാവാട്ട്, കിലോവാട്ട് എന്നീ യൂണിറ്റ്സുകളും ഉപയോഗിക്കാറുണ്ട്. ഒരു കിലോ വാട്ട് എന്ന് വെച്ചാൽ അത് 10⁻³ അതായത് 1000 വാട്ടാണ്, 1000 വാട്ടാണ്. ഓക്കെ, കിലോ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നൊരു അർത്ഥമാണ് കിലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കാറ്. അപ്പൊ 1 കിലോ വാട്ട് എന്ന് വെച്ചാൽ 1 മൾട്ടിപ്ലൈഡ് ബൈ 1000 വാട്ട്, അതായത് 1000 വാട്ട് എന്ന് പറയാം. ഓക്കെ, 1 മെഗാ വാട്ട് എന്ന് വെച്ചാൽ അത് 1000 കിലോ വാട്ടാണ്. ഓക്കെ, 1000 കിലോ വാട്ട് എന്ന് വെച്ചാൽ 1000 ഇത്ര വന്നു. പിന്നെ കിലോക്ക് നമ്മൾ എന്താക്കണം? 3 പൂജ്യം എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും. അതായത് നമുക്ക് ഈ 6 പൂജ്യമുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, 10⁻6 വാട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, 10 lakh വാട്ടാണ്. ഓക്കെ, the power of vehicles and motors are expressed in horse power also. horse power എന്ന യൂണിറ്റ് നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവും. എന്താണ്? കുതിരശക്തി എന്നൊക്കെ പറയും. അതായത് മെഷീൻസിന്റെയും മോട്ടോഴ്സിന്റെയും വെഹിക്കിൾസിന്റെയും ഒക്കെ പവർ പറയുമ്പോൾ നമ്മൾ ഹോഴ്സ് പവർ എന്ന യൂണിറ്റും ഉപയോഗിക്കാറുണ്ട്. 1 ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ 746 വാട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു യന്ത്രത്തിന് 1 ഹോഴ്സ് പവർ ആണ് അതിന്റെ പവർ എന്ന് വെച്ചാൽ നമുക്ക് എന്താകാം? വാട്ട് എന്ന യൂണിറ്റ് പറയുമ്പോൾ, SI യൂണിറ്റിൽ പറയുമ്പോൾ 746 വാട്ട് ആണെന്ന് പറയാം. ഇനി കണ്ടോളൂ,
ഇവിടെ കണ്ടോ 1 HP is equal to 746 watt ആണെന്നല്ലേ. അങ്ങനെയാണ് നമുക്ക് 1 watt is equal to 1 divided by ഈ ക്വാണ്ടിറ്റി 746 HP എന്നും പറയാം. ഓക്കെ, അതായത് 1 HP is equal to ഇത്രയും വാട്ട് ആണെങ്കിൽ 1 watt is equal to 1 divided by 746 HP എന്നും പറയാം. ഇവിടെ കണ്ടോളൂ, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ഇഫ് 15 kilojoule വർക്ക് ഈസ് ഡൺ ഇൻ 20 സെക്കൻഡ്. അതായത് ചെയ്യുന്ന വർക്ക് എത്രയാണ്? 15 kilojoule ആണ് വർക്ക് തന്നിട്ടുണ്ട്. സമയം തന്നിട്ടുണ്ട്, ടൈം t is equal to 20 സെക്കൻഡ് ആണ്. നമുക്ക് എഴുതാം വർക്ക് ഈസ് ഈക്വൽ 15 kilojoule. 15 kilojoule എന്ന് പറഞ്ഞാൽ 15 എഴുതിയിട്ട് കിലോയ്ക്ക് എന്താ 3 പൂജ്യം എക്സ്ട്രാ ഇട്ട് കൊടുത്തു. 15,000 joule. കിലോജൂൾ മാറ്റി ജൂൾ എന്ന യൂണിറ്റിലേക്ക് ആക്കി. ടൈം 20 സെക്കൻഡ് തന്നെയാണ്, മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, എസ് യൂണിറ്റ് തന്നെയാണല്ലോ. നമുക്ക് ഇക്വേഷൻ എഴുതാം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ്. വർക്ക് എന്ന് നമുക്ക് അറിയാം, ഇവിടെ അറിയാം, ടൈമും അറിയാം. ഇവിടെ അവസാനം ഇങ്ങനെ 0 വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ടാക്കി കളയാലോ. ഓക്കെ, പിന്നെ എത്രയാണുള്ളത്? 1500 ഹരിക്കണം 2, അത് എത്രയാണ്? 750. 750 ജൂൾ. സോ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നോക്കാനുള്ളത്. താങ്ക് യു.